ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ബൂസ്റ്റിൻ്റെ ഒരു പുഡിങ്ങാണ്. ബൂസ്റ്റും പാലൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് ചൈന ഗ്രാസ് വെച്ച് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ കുറച്ച് പാല്, 1/2 ലിറ്റർ പാലോളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 2 പാൽപ്പൊടിയുടെ പാക്കറ്റ്, 10 രൂപയുടെ പാൽപ്പൊടിയുടെ പാക്കറ്റും കൂടി പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണേ. ആദ്യം തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്ത് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ കട്ടിയില്ലാതെ പാല് മിക്സ് ചെയ്തിട്ടാണ് അടപ്പത്തോട്ട് വെക്കുന്നത്. അടപ്പത്തോട്ട് വെച്ച് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കാളും തിളച്ച് വരട്ടെ. അപ്പോഴേക്കാളും വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൈന ഗ്രാസ്, നമുക്ക് കുതിരാൻ വെച്ച ചൈന ഗ്രാസിൻ്റെ പകുതി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളേ. അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. അപ്പോഴേക്കാളും പാല് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്ന പാല് ഞാനൊരു കുറച്ചെടുത്ത് ഇത്രത്തോളം എടുത്ത് മാറ്റിയിട്ട് ആ പാല് പിന്നെയും അടപ്പത്തോട്ട് തന്നെ, ആ പാത്രം അടപ്പത്തോട്ട് തന്നെ വെച്ചിട്ട് 2 ബൂസ്റ്റിൻ്റെ പാക്കറ്റും കൂടി അതിനകത്തോട്ട് പൊട്ടിച്ചിട്ടിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കാളും നമ്മൾ മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി തിളച്ച് വരട്ടെ. നല്ലോണം ഒന്ന് തിളക്കണം കേട്ടോ. എന്നിട്ട് വേണം ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ചൈന ഗ്രാസും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് സെറ്റ് ചെയ്യാനുള്ള ബൗളിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു ചെറുതും ഒരു വലുതും എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണേ. നല്ലോണം ആ ചൂടോടുകൂടി തന്നെ ഞാൻ അതിനകത്തോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ ചൂടൊന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീസറിൽ അടിയിലത്തെ തട്ടിലോട്ട് വെക്കാം കേട്ടോ. ബാക്കി എടുത്ത ഞാൻ ആ ചൈന ഗ്രാസ് ഇല്ലേ, അത് ഒരു പാനിലോട്ട് തന്നെ പിന്നെയും ഒന്ന് ചൂടാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് പഞ്ചസാരയും ആ ചൈന ഗ്രാസും കൂടി മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച കുറച്ച് പാലില്ലേ, ഒരു ചെറിയൊരു കപ്പിൽ ഒരു പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവില്ല, ഒരു 1.5 ഗ്ലാസോളം പാലുണ്ടാവുക. അത് കുട്ടികളുടെ സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ, ആ ഗ്ലാസ്. അപ്പോൾ ആ പാലും കൂടി അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി മധുരത്തിന് വേണ്ടി മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി മധുരം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ഇവിടെ ഇത്തിരി മധുരം കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇറക്കണേന് തിളച്ച് വന്നതിന് കുറച്ച് നേരത്തേക്ക് മുമ്പായിട്ട് ഒരിത്തിരി വാനില എസൻസ്, 1-2 സ്പൂണോളം വാനില എസൻസും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കാളും ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് തണുത്ത് വന്ന് സെറ്റ് ആവണ സമയത്ത് വേണം കേട്ടോ അതുണ്ടാക്കാനായിട്ട്. ആ പാല് മാത്രം ഉള്ളത് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതും നമുക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതേപോലെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവേ. ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആ ചെറുതാണ് എടുത്ത് കാണിക്കുന്നത്. അതിനകത്തോട്ട് ഞാൻ ബൂസ്റ്റിൻ്റെ പൊടി വെറുതെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യണേ.